രാഹുലിനെ വെള്ളപൂശാനുള്ള കോൺഗ്രസ് ശ്രമം പാളിയെന്ന് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ. രാഹുലിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടും പാലക്കാട് വ്യാപകമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിച്ചു. രാജ്യത്ത് എവിടെ എന്ത് നടന്നാലും ഓടിയെത്തുന്ന പ്രിയങ്കയും രാഹുലും ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. നിരപരാധിയാണെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തെയും മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാൻ ഭയക്കുന്നുവെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് ചോദിച്ചു. താൻ കുറ്റക്കാരനാണെന്ന് രാഹുലിനുറപ്പാണെന്നും സി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശാനുള്ള ശ്രമമായിരുന്നു. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ മുൻനിർത്തി കോൺഗ്രസ് നിരവധി പരിപാടികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. പൊതുയോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദികൾ പങ്കിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു വീരപുരുഷനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. രാജ്യത്ത് എവിടെയും എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ ഓടിയെത്തുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം എവിടെ പോയി എന്നുള്ളത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഭയക്കുന്നു? ആദ്യം ആരോപണം പുറത്തു വന്ന സമയത്ത് മാസങ്ങളോളം സ്വന്തം വീട്ടിൽ അടച്ച് പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രണ്ടാമതും കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സമയത്ത് സ്വന്തം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി ഓഫീസ് അടച്ചുപൂട്ടി എവിടെയാണെന്നും പോലും അറിയില്ല. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി പൊതുസമൂഹത്തെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാൻ ഭയക്കുക. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശ്രീ രാഹുലിന് തന്നെ ഉറപ്പാണ് താൻ കുറ്റക്കാരനാണ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്.